റബ്ബേ 12 മണിയായി, വേഗം ഒരുങ്ങട്ടെ. എപ്പോൾ ഉമ്മ വിളിക്കും, ഞാൻ എപ്പോൾ മേക്കപ്പ് ചെയ്യാൻ പോകുന്നതോ അന്നപ്പം എൻ്റെ ഉമ്മ വിളിക്കും. ഇപ്പം 12 മണിയാകുകയും ചെയ്ത് വേഗം മേക്കപ്പ് ഇട്ടിട്ട് എനിക്ക് കല്യാണത്തിന് പോകണ്ട്. എനിക്കാണെങ്കിൽ ചുണ്ട് ചൊവ്വിക്കാതെ ക്രീമൊന്നും യൂസ് ചെയ്യാതെ കല്യാണത്തിന് ഇപ്പോൾ ആരോ പോകണ്ടോ. ഉമ്മാനോട് അതൊന്നും പറഞ്ഞാൽ ഉമ്മക്ക് മനസ്സിലാവില്ല. ഉമ്മ പറയും ഒരു സാധനം മുഖത്തിടണ്ട, അതിടണ്ട. അങ്ങനെയൊക്കെ പോയാൽ ആരെങ്കിലും നോക്കുമോ നമ്മളോ? അല്ലെങ്കിൽ തന്നെ ചെക്കന്മാർക്ക് പിന്നെ മേക്കപ്പ് പ്രൊഡക്ട്സൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇഷ്ടം. ഞാനാണെങ്കിൽ ഇങ്ങനെ കുറച്ച് അത്യാവശ്യം സൗന്ദര്യമുള്ളത് കൊണ്ട് കുഴപ്പമില്ല. എന്നാലും എനിക്ക് മേക്കപ്പ് ഇടാതെ കല്യാണത്തിനൊന്നും പോയാൽ അത്ര ഒരു ഇതാവില്ല. അതുകൊണ്ടാണ് ഞാൻ മേക്കപ്പൊക്കെ യൂസ് ചെയ്യുന്നത്. ഉമ്മ ആണെങ്കിൽ കണ്ടാൽ ഇപ്പോൾ കലി ഇളകും. എനിക്കാണെങ്കിൽ ഇത് ഇടാണ്ട് പോകാനും പറ്റൂല. എന്താ ചെയ്യുക, എന്തായാലും വേണ്ടില്ല. ഞാൻ കുറച്ചൊക്കെ എന്തായാലും ക്രീമൊക്കെ ഒന്ന് തേക്കട്ടെ വാരി. ഞാൻ ഉമ്മ ഇപ്പം വിളിക്കൽ തുടങ്ങും, കല്യാണത്തിന് പോകാനായി, മാറ്റി കഴിഞ്ഞില്ലേ എന്തെടുക്കാന്ന് ചോദിച്ച ഞാൻ മിന്നോന്ന് വിളിക്കൽ തുടങ്ങും ഉമ്മ. അന്നപ്പോഴേക്കിനും റെഡി ആകുകയും വേണം. എനിക്കാണെങ്കിൽ ഒട്ടും സമയവുമില്ല. അപ്പോൾ ഒരു വിധം കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. നല്ല സ്മെല്ല്, ഇത് അടിപൊളിയാണല്ലോ. അടിപൊളി സെറ്റായി. ഉമ്മ ഞാൻ എന്താ വരുന്നുണ്ട് കേട്ടോ. ഉമ്മ വിളിച്ച് പോട്ടെ. അല്ല മിന്നു, ഇത് എന്ത് കോലാണ്? മുഖത്തൊക്കെ എന്തിട്ടാ വാരി തേച്ചത്? ചോന്ന് എടുക്കണ്ടല്ലോ അവിടെയൊക്കെ, ചുണ്ടും ചോന്ന് എടുക്കണ്ടല്ലോ, മുഖം ആടെ ഇവിടെയൊക്കെ ചോപ്പിച്ചിട്ടിരിക്കുന്നല്ലോ. ഇനി എന്തേ തന്നോട് ഞാൻ പറഞ്ഞില്ലേ മുഖത്ത് ആഷ് കെമിക്കലായിട്ടുള്ള സാധനങ്ങളൊന്നും യൂസ് ആക്കരുതെന്ന്? വെറുതെ മുഖത്ത് ഓരോന്ന് വാരി തേച്ചിട്ട് മുഖത്ത് എന്തെങ്കിലും കുരുവോ അതോ ഇതോ ഒക്കെ ഉണ്ടായിട്ട് ആരാണ് ഈ ക്രീമൊക്കെ വാരി തേച്ചിട്ടല്ലേ നിൻ്റെ മുഖത്ത് അന്ന് കുരു ഉണ്ടായത്? എന്നോട് ഞാനിത് നിർത്താൻ പറഞ്ഞിട്ടെങ്കിൽ നിർത്തില്ലേ. മേലെ ഈ ക്രീം അങ്ങ് തേച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇനി ആ മുഖത്ത് കുരു അതോ ഇതും പൊതിയിട്ട് ആരെല്ലാം പൈസ ഉള്ളത്? എൻ്റെ കയ്യിൽ ഒരു നയാ പൈസ ഇല്ല കേട്ടോ. പിന്നെയോ ഞാൻ അത് മനസ്സിൽ വിചാരിച്ചോളണ്ടി. ഇനി ഈ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാൻ നിൽക്കണ്ടെങ്കിൽ എന്നോട് ഞാൻ പറഞ്ഞേക്ക് നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും യൂസ് ചെയ്യും മുഖത്ത് അതും ഇതും വാരി തേച്ച് എൻ്റെ കൂടെ പോരാൻ നിൽക്കേണ്ട. അത് മനുഷ്യന്മാരിങ്ങനെ കാണുകയാണ്. അതുമല്ല എൻ്റെ സൗന്ദര്യം, എൻ്റെ മുഖത്തിൻ്റെ സൗന്ദര്യം, എല്ലാ സൗന്ദര്യം കൂടി നഷ്ടപ്പെടുകയാണ് ഓരോല ക്രീമും അതും ഇതും വാരി തേച്ച്. ഞാൻ എന്തിനാ അതിൻ്റെയൊക്കെ ആവശ്യമുള്ള സൗന്ദര്യം പോരെ? പഠിച്ചവന് തന്ന സൗന്ദര്യം പോരെ എനിക്ക്? ഇനി ഓരോരോ ഈ ഒരു പൊടി അടിപൊളിയാണ്. ഇത് നമ്മുടെ കസ്തൂരി മഞ്ഞളുടെ പൊടിയാണ്. ഇതിനാണെങ്കിൽ പൈസയും കുറവാണ്. ഇത് നമ്മളെ പാലിലോ അല്ലെങ്കിൽ റോസ് വാട്ടറിലോ അല്ലെങ്കിൽ നമ്മുടെ സാധാ വെള്ളത്തിലേറ്റവും ആക്കിയിട്ട് മുഖത്ത് തേച്ചാൽ മുഖം അടിപൊളിയായിട്ട് ബ്രൈറ്റ് ആവും. ഇതൊക്കെ തേച്ചാൽ പോരാ, എനിക്ക് ഇത് തേച്ച് കഴിഞ്ഞ് കുറച്ച് സമയം പിടിപ്പിച്ചാൽ മതി. അടിപൊളിയാണിത്. ഇത് യൂസ് ചെയ്യാൻ നോക്കി. നല്ല നാച്ചുറൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് സൗന്ദര്യം കാത്ത് സൂക്ഷിക്കുക. അല്ലാതെ ആ ക്രീമും ഈ ക്രീമൊന്നും മുഖത്ത് യൂസ് ചെയ്ത് ഞാൻ മുഖം വെറുതെ ഡള്ളാക്കേണ്ടത്. ഇത് തേച്ചാൽ നിൻ്റെ സ്കിന്നിന് ഒരു ഇതും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യട്ടോ.